കൺവിക്റ്റഡ് എന്ന ചലച്ചിത്രത്തിന്റെ കഥ ആരംഭിക്കുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. യുദ്ധമുഖത്തു നിന്നും ബഹുമതികളും കീർത്തിയും നേടി റേ എന്ന യുവാവ് നാട്ടിലേക്കെത്തിയത്. അവനെ സ്വീകരിക്കാൻ അവന്റെ പ്രണയിനി കെല്ലി എത്തിച്ചേർന്നിരുന്നു. വർഷങ്ങളായി ഇരുവരും പ്രണയത്തിലായിരുന്നു. അന്ന് അവിടെ വെച്ച് കെല്ലിയെ അദ്ദേഹം പ്രപ്പോസ് ചെയ്തു. കെല്ലിയും വിവാഹാഭ്യർത്ഥന സ്വീകരിച്ചു. ഒരുപാട് കാലത്തിനു ശേഷം അവരുടെ ജീവിതം മികവുള്ള മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ അവർ കാറിൽ കയറാൻ തുടങ്ങവേ പണക്കൊഴുപ്പുള്ള ഒരു യുവാവ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് കാറിലെത്തി. കൂട്ടുകാരോട് വഷളൻ രീതിയിൽ സംസാരിച്ച അവൻ കെല്ലിയെ വല്ലാത്തൊരു രീതിയിൽ നോക്കി. ഒട്ടും മടിക്കാതെ അവളെ വിലക്കെടുക്കാൻ എന്ന മട്ടിൽ നിനക്ക് $1000 തരാം, എന്റെ കൂടെ കിടക്കാൻ വാ എന്ന മട്ടിൽ അവൻ വിളിച്ചു. അവിടുണ്ടായിരുന്ന റേ ഉടനടി അവനെ തടഞ്ഞു. അവനെതിരെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി അവൻ ഇറങ്ങുക പോലും ചെയ്തു. പക്ഷേ അത്തരത്തിലുള്ള ഒരാളുമായി പ്രശ്നമുണ്ടാക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ കെല്ലി വേഗത്തിൽ റേയോട് കാറിലേക്ക് കയറാൻ പറഞ്ഞു. പിന്മാറുന്നതിന് പകരം ആ പയ്യൻ കൂടുതൽ ധിക്കാരം കാണിക്കുകയായിരുന്നു ചെയ്തത്. നേരെ കെല്ലിയുടെ ഭാഗത്തേക്ക് ചെന്ന് അവൻ പാൻറ്റൂരി മോശമായ രീതിയിൽ കെല്ലിയോട് പെരുമാറാൻ തുടങ്ങി. റേയുടെ ക്ഷമ അതോടെ പൂർണ്ണമായും നശിച്ചിരുന്നു. റേ ഇറങ്ങി വന്ന് ശക്തമായി അവനെ മർദ്ദിച്ചു. റേയുടെ ഒരൊറ്റ ഇടിയിൽ അവൻ താഴെ വീണു. അവന്റെ സുഹൃത്ത് സഹായിക്കാനെത്തിയെങ്കിലും അയാളെയും റേ എളുപ്പത്തിൽ കീഴ്പ്പെടുത്തി. അപമാനിതനായ ആ ധനിക യുവാവ് ഒരു കത്തിയെടുത്ത് റേയുടെ നേരെ പാഞ്ഞെടുത്തു. പക്ഷേ ആ കത്തി റേയുടെ ദേഹത്ത് തട്ടിയില്ല. പകരം ആ പയ്യനെ ഒരു കാറിടിക്കുകയായിരുന്നു ചെയ്തത്. ആ ആഘാതത്തിൽ അവൻ മരണപ്പെടുകയും ചെയ്തു. അതായിരുന്നു റേയുടെ മേൽ ചുമത്തപ്പെട്ട കുറ്റം. അങ്ങനെ റേയുടെ മേൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കപ്പെട്ടു. റേ സ്വയം കീഴടങ്ങിയതുകൊണ്ടും കാര്യങ്ങൾ വിശദീകരിച്ചതുകൊണ്ടും കോടതി 18 മാസത്തെ തടവ് ശിക്ഷ മാത്രമായിരുന്നു റേക്ക് വിധിച്ചത്. റേ പുറത്തു വരുമ്പോൾ വിവാഹം കഴിക്കാമെന്നും അതുവരെ കാത്തിരിക്കാമെന്നും കെല്ലി അവൻ ഉറപ്പു നൽകി. പക്ഷേ മരിച്ച യുവാവിന്റെ പിതാവായ സമ്പന്നനായ രാഷ്ട്രീയക്കാരനായ സെനറ്റർ കെൽട്ടൺ ആ വിധിയൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല. തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് അദ്ദേഹം ജയിൽ വാർഡൻ മാക്കിന് കൈക്കൂലി നൽകി. ജയിലിനുള്ളിൽ വെച്ച് റേയെ സാവധാനം നശിപ്പിക്കാനും ശരിയായ സമയം വരുമ്പോൾ അവനെ തീർത്തുകളയാനും കെൽട്ടൺ നിർദ്ദേശം കൊടുത്തു. അങ്ങനെ റേ അഴികൾക്കുള്ളിലെത്തിയ നിമിഷം തന്നെ അവനെ സ്വീകരിക്കാൻ ഗാർഡുകളുടെ ഒരു സംഘം അവിടെ തയ്യാറായി കഴിഞ്ഞിരുന്നു. അവനെ തകർക്കാൻ വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത ഒരു ലോകത്തേക്കാണ് അവൻ കാലെടുത്തു വെച്ചത്. ജയിലിലേക്ക് എത്തിയ റേയെ റിക്കോ എന്ന ക്രൂരനായ ഗാർഡും മറ്റു കുറച്ച് ഗാർഡുകളും ചേർന്ന് സ്വീകരിച്ചു. അന്ന് റേയ്ക്കൊപ്പം മറ്റു ചില തടവുപുള്ളികൾ കൂടി അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിരുന്നു. റേയെപ്പോലൊരു മുൻ സൈനികനെ കണ്ടത് റിക്കോയുടെ ശ്രദ്ധ ഉടൻ പിടിച്ചുപറ്റി. സാധാരണഗതിയിൽ തൊടാൻ പോലും കഴിയാത്ത റാങ്കിലുള്ള ഒരാളെ ഉപദ്രവിക്കാനുള്ള മികച്ച അവസരമായി റിക്കോ അതിനെ നോക്കിക്കണ്ടു. റേയെ അയാൾ പ്രകോപിപ്പിച്ചു, ഉപദ്രവിച്ചു. റേയെപ്പോഴും ശാന്തനായി നിൽക്കാനായിരുന്നു ശ്രമിച്ചത്. ഒടുവിൽ മുകളിലുള്ള ഉദ്യോഗസ്ഥരിൽ ഒരാൾ വന്ന് തടയുന്നവരെ റിക്കോ പുതിയ തടവുകാരെ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. അതിനുശേഷം തടവുകാരെ അവരുടെ ഇടുങ്ങിയ സെല്ലിലേക്ക് മാറ്റി. കുറച്ച് സമയം കഴിഞ്ഞ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് സമയം കളയുന്ന വിദ്യാർത്ഥികളെപ്പോലെ കളികളിൽ ഏർപ്പെട്ടിരുന്ന മറ്റ് തടവുകാർക്കിടയിലേക്ക് റേയും കടന്നു ചെന്നു. ആ സമയത്ത് ടോണി എന്ന തടവുകാരനുമായി റേ അബദ്ധത്തിൽ കൂട്ടിമുട്ടി. ഈ ഒരു ചെറിയ സംഭവം രണ്ട് വലിയ ജയിൽ ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ഒരു കാരണമാവേണ്ടതായിരുന്നു. ഭാഗ്യവശാൽ മേസൺ എന്ന ഗ്യാങ് ലീഡറിൽ നിന്ന് റേയ്ക്ക് അപ്രതീക്ഷിത സംരക്ഷണം ലഭിച്ചു. മേസന്റെ ആളുകൾ കൂടുതലുണ്ടായിരുന്നതിനാൽ ടോണിയും സംഘവും വലിയൊരു ഏറ്റുമുട്ടലിൽ നിന്ന് പിന്മാറി. അധികം വൈകാതെ അങ്ങോട്ടേക്കെത്തിയ ഒരു ഗാർഡ് റേയ്ക്ക് ലൈബ്രറിയിലാണ് ജോലി എന്ന കാര്യം അറിയിച്ചു. അനാവശ്യമായി അവിടെ ചുറ്റിക്കറങ്ങരുത് എന്ന് മുന്നറിയിപ്പ് നൽകി. അങ്ങനെ റേ തന്റെ ജയിൽ ജീവിതത്തിലെ ആദ്യ ദിവസം ആരംഭിച്ചു. ഒരു ദിവസം കൊണ്ട് ലൈബ്രറിയിലെ ജോലിയിൽ നിന്നും മറ്റുമായി അയാൾക്ക് ചില പുതിയ സുഹൃത്തുക്കൾ ലഭിച്ചു. പക്ഷേ അയാളെ കാത്തിരിക്കുന്ന ശത്രുക്കളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ദിവസം റേ തന്റെ സെല്ലിൽ കിടക്കുമ്പോൾ പരിശോധനയ്ക്കായി റിക്കോ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കടന്നു വന്നു. അവൻ റേയുടെ സാധനങ്ങൾ വലിച്ചുവാരിയിട്ടു. ഇതിനിടയിൽ കെല്ലിയുടെ ഫോട്ടോ കണ്ടു. ആ ഫോട്ടോ എടുത്ത് സുന്ദരിയായ ആ പെൺകുട്ടിയെ റിക്കോ പരിഹസിക്കാനും അവളെക്കുറിച്ച് അശ്ലീലമായ കാര്യങ്ങൾ പറയാനും തുടങ്ങി. തന്റെ പ്രിയപ്പെട്ടവളെപ്പറ്റി റിക്കോ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നപ്പോ റേയുടെ നിയന്ത്രണം വിടുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവൻ കൺട്രോൾ വിട്ട് പ്രതികരിച്ചു. പക്ഷേ റിക്കോ അവിടെയും നിർത്തിയില്ല. ഓരോ നിമിഷവും ആസ്വദിച്ചുകൊണ്ട് റിക്കോ റേയെ മർദ്ദിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ റിക്കോ പരിധി വിടുന്നത് കണ്ടതും കൂടെയുണ്ടായിരുന്നൊരു ഗാർഡ് റിക്കോയെ തടയാൻ ശ്രമിച്ചു. പക്ഷേ താൻ നിർത്തണോ വേണ്ടയോ എന്ന് താൻ തീരുമാനിക്കും എന്നായിരുന്നു റിക്കോ പറഞ്ഞത്. എന്തായാലും ആ ഒരു ഗാർഡ് ഇടപെട്ടതുകൊണ്ട് റിക്കോ തൽക്കാലം നിർത്തി. പക്ഷേ
റേയുടെ പ്രശ്നങ്ങൾ അവിടെ അവസാനിച്ചിരുന്നില്ല. റിക്കോയെ മാത്രമായിരുന്നില്ല റേക്ക് എതിരിടേണ്ടിയിരുന്നത്. ഒരു ദിവസം റേ കുളിക്കുന്നതിനിടയിൽ ഹാമർ എന്ന ആജാനുബാഹുവായ ഒരു തടവുകാരൻ റേയുടെ മുന്നിലെത്തി. ലൈംഗികപരമായ ആവശ്യങ്ങൾക്ക് അയാൾ റേയെ സമീപിച്ചു. തന്റെ വികൃതമായ ആഗ്രഹങ്ങൾക്ക് വഴങ്ങാൻ അയാൾ റേയെ നിർബന്ധിച്ചു. റേ പക്ഷേ അതിന് വിസമ്മതിക്കുകയും ഹാമറിനെ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു. തന്റെ അടുത്തേക്ക് ഇനി ഇതുപോലെ പറഞ്ഞു വന്നാൽ കൊന്നുകളയും എന്ന് റേ ഭീഷണിപ്പെടുത്തി. പക്ഷേ ആ അവസരം റിക്കോയ്ക്ക് മുതൽക്കൂട്ടായി. ആ ബഹളം റിക്കോയെയും മറ്റ് കാവൽക്കാരെയും അവിടേക്ക് എത്തിച്ചു. റേയെ അവർ വാർഡൻ മാക്കിന്റെ മുന്നിലേക്ക് കൊണ്ടുപോയി. നടന്നത് എന്താണെന്ന് പറയാൻ റേക്കവർ ഒരവസരം പോലും നൽകിയില്ല. ഹാമറെ അനുസരിക്കാത്തതിന് മാക്ക് റേയെ കുറ്റപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. അവിടെ വെച്ച് ഗാർഡുകളാൽ വീണ്ടും റേ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. പക്ഷേ ഇത്തവണയും ഗാർഡുകൾ പരിധി വിടുന്നത് കണ്ടപ്പോൾ നേരത്തെ സഹായിച്ച വിക്ടർ എന്ന കാവൽക്കാരൻ ഇടപെട്ട് ആ പീഡനം നിർത്തിച്ചു. സാഹചര്യം വഷളാക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ റേ അവിടെ നിന്ന് മാറ്റാൻ മാക്ക് റിക്കോയോട് ഉത്തരവിടുകയും ചെയ്തു. ഇതേസമയം മറുവശത്ത് ടോണിക്ക് റേയോടുള്ള ദേഷ്യം ഒരു പകയായി മാറിയിരുന്നു. മേസനും സംഘത്തിനു മുമ്പിൽ ടോണി അപമാനിതനാകാൻ റേ ആയിരുന്നല്ലോ കാരണം. പക്ഷേ റേ അതൊന്നും കാര്യമാക്കാതെ തന്റെ പുതിയ സുഹൃത്തുക്കളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നു. ലൈബ്രറിയിൽ ജോലി ചെയ്യുന്നതിനിടയിൽ റേ തന്റെ സഹപ്രവർത്തകനായ ഡേവിഡുമായിട്ടടുത്തു. ഒറ്റനോട്ടത്തിൽ ശാന്തനായി തോന്നുമെങ്കിലും പ്രായമേറിയ ഡേവിഡ് വലിയൊരു മോഷണക്കേസിലെ പ്രതിയായിരുന്നു. താൻ ജയിലിലാകാൻ കാരണമായ മോഷണത്തെക്കുറിച്ചും ഒളിപ്പിച്ചുവെച്ച പണത്തെക്കുറിച്ചും ഡേവിഡ് റേയോട് പറഞ്ഞു. ജീവപര്യന്തം തടവായിരുന്നു ഡേവിഡിനുണ്ടായിരുന്നത്. അവർ സംസാരിച്ചു നിൽക്കെ റിക്കോ ഒരു വാർത്തയുമായിട്ടെത്തി. കെല്ലി റേയെ കാണാൻ വന്നിരിക്കുന്നു. പരസ്പരം കണ്ട നിമിഷം അവർ രണ്ടുപേരും സന്തോഷം കൊണ്ട് വികാരാധീനരായി. റേ ജയിലിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അവർ കാണുന്നത്. എന്നാൽ അവർ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും റിക്കോ കടന്നു വന്നു. സന്ദർശന സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് റേയെ സെല്ലിലേക്ക് മടക്കി അയച്ചു. അതെല്ലാം റിക്കോയുടെ തന്ത്രമാണെന്നും സമയം കഴിഞ്ഞെന്ന് പറഞ്ഞ് തന്നെ മടക്കി അയക്കുന്നത് തന്നെ പ്രകോപിപ്പിക്കാനാണ് എന്നും റേക്ക് മനസ്സിലായിരുന്നു. റേ കുറച്ച് പ്രകോപിതനായെങ്കിലും ഡേവിഡ് അവനെ സമാധാനിപ്പിച്ചു. നീ കൂടുതൽ പ്രകോപിതനാകുന്നതും പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുന്നതും നിന്റെ ശിക്ഷാകാലാവധി കൂട്ടുകയുള്ളൂ എന്നദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഗാർഡുകൾക്ക് വേണ്ടതും അതാണ് എന്നദ്ദേഹം എടുത്തു പറഞ്ഞു. ദേഷ്യം അടക്കാൻ വേണ്ടി റേ മേസന്റെ സംഘത്തോടൊപ്പം കുറച്ചുനേരം ചീട്ട് കളിക്കാൻ പോയി. മികച്ച രീതിയിൽ അവനും ബില്ലി എന്ന ചെറുപ്പക്കാരനും കളിച്ചു. ഒടുവിൽ അവർ ഒരുപാട് സിഗരറ്റുകൾ സമ്മാനമായി വിജയിക്കുകയും ചെയ്തു. പക്ഷെ അവരുടെ ആ വിജയം അതേ ജയിലിലുള്ള ഒരു ഗുണ്ടയെ പ്രകോപിപ്പിക്കുകയായിരുന്നു ചെയ്തത്. തുടർന്ന് റേ തന്റെ ജോലിയിലായിരിക്കെ അങ്ങോട്ടേക്ക് ടോണി കടന്നു വന്നു. എല്ലാ പകയും മനസ്സിൽ വെച്ച് ടോണി റേയെ ഒരു ഏറ്റുമുട്ടലിന് ക്ഷണിച്ചു. പക്ഷേ തനിക്ക് ടോണിയുമായി ഒരു പ്രശ്നവുമില്ല, ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നായിരുന്നു റേ പറഞ്ഞത്. ടോണി പക്ഷേ അടങ്ങിയില്ല. എനിക്കിത് ചെയ്തേ തീരൂ എന്ന് പറഞ്ഞ് റേയുമായി ഫൈറ്റിന് മുന്നിട്ട് ചെന്നു. സംഘർഷത്തെക്കുറിച്ചറിഞ്ഞ മാക്കും മറ്റ് ഗാർഡുകളും റേയെ ശിക്ഷിക്കാൻ അതൊരു കാരണമാക്കി. ശിക്ഷയായി മാക്ക് തന്റെ ലാത്തി ഉപയോഗിച്ച് റേയെ ക്രൂരമായി വേദനിപ്പിച്ചു. വിക്ടർ അങ്ങോട്ടേക്കെത്തി ഇതൊക്കെ നോക്കിക്കണ്ടിരുന്നു. പക്ഷേ ഇത്തവണ മാക്കിനെ എതിർക്കാൻ അയാൾക്കും ഭയമായിരുന്നു. പക്ഷെ അത്രമേൽ ഉപദ്രവിച്ചിട്ടും റേ പിടിച്ചു നിന്നു. അതോടെ അടുത്ത ദിവസം റേയുടെ ശരീരപ്രകൃതി അത്ര വലുതല്ലെങ്കിലും അവൻ കരുത്തനാണെന്ന മട്ടിൽ ഗാർഡുകൾ തമ്മിൽ സംസാരമുണ്ടായി. വിക്ടർ അപ്പോഴാണ് അങ്ങോട്ടേക്കെത്തിയത്. റേ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് നിർത്തണം എന്നവൻ കൂടെയുള്ള ഗാർഡുകൾക്ക് നിർദ്ദേശം നൽകി. ഇല്ലെങ്കിൽ താനിത് ഗവൺമെന്റിനെ അറിയിക്കും എന്നവൻ പറഞ്ഞു. റേ വന്ന ദിവസം മുതൽ അവൻ ഉപദ്രവിക്കാൻ മാക്ക് അവർക്ക് നൽകിയ പണം മാക്കിന് തിരികെ കൊടുക്കാനും വിക്ടർ ആവശ്യപ്പെട്ടു. അതോടെ വിക്ടർ തങ്ങളുടെ പക്ഷത്തല്ലെന്ന് റിക്കോ മനസ്സിലാക്കി. റിക്കോ ആ വിവരം വാർഡൻ മാക്കിനെ അറിയിച്ചു. എല്ലാവരെയും പോലെ പണം വാങ്ങിയിട്ട് ഇപ്പോൾ നീതിമാനാകാൻ ശ്രമിക്കുന്ന വിക്ടറിനോട് മാക്കിന് കടുത്ത ദേഷ്യം അനുഭവപ്പെട്ടു. അവൻ നമുക്ക് ബാധ്യതയാകും എന്ന് പറഞ്ഞ മാക്ക് വിക്ടറെ ഇല്ലാതാക്കാൻ റിക്കോയോട് ഉത്തരവിട്ടു. അടുത്ത ദിവസം വിക്ടറിന്റെ മൃതദേഹമായിരുന്നു ജയിലിൽ കണ്ടത്. പക്ഷേ ആ കൊലപാതക കുറ്റം റിക്കോ മറ്റൊരു പാവം തടവുകാരന്റെ മേൽ കെട്ടിവെച്ചു. ജയിലിനകത്തുള്ളവരാരും അതിനെ എതിർക്കാനും നിന്നിരുന്നില്ല. പിന്നീട് ഒരു ദിവസം വരാനിരിക്കുന്ന വീക്കപ്പ് എന്ന ജയിൽ മത്സരത്തിനായി ഒരു കൂട്ടം തടവുകാർ പരിശീലിക്കുന്നത് റേ നോക്കി നിന്നു. അവരെ നിരീക്ഷിക്കുന്നതിനിടയിൽ ജയിലിനകത്ത് മേസൺ അങ്ങനെ ഇത്രയധികം വിശ്വസ്തരായ അനുയായികളുണ്ടായി എന്ന് റേ അത്ഭുതപ്പെടുന്നുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. ഡേവിഡിനോട് അതിനെപ്പറ്റി സംസാരിച്ചപ്പോ ഡേവിഡ് അതിന്റെ കാരണം പതുക്കെ വിശദീകരിച്ചു കൊടുത്തു. മേസൺ യഥാർത്ഥത്തിൽ തടവുകാർക്കിടയിലെ ശക്തനായ ഒരു മയക്കുമരുന്ന് മാഫിയ തലവനാണ്. അതിലും മോശമായ കാര്യം മേസണ് ജയിലിലെ പല ഗാർഡുകളിൽ നിന്നും പിന്തുണയുണ്ട് എന്നതാണ്. അവരുടെ സംസാരം തുടർന്നു. ഈ സമയം മേസൺ അത് നോക്കിക്കണ്ടിരുന്നു. മുമ്പ് ടോണിയുടെ സംഘത്തിലായിരുന്ന ഡേവിഡുമായി റേ ഇത്രയധികം മടുക്കുന്നത് മേസണ് അത്രയങ്ങ് രസിച്ചില്ല. മേസൺ റേയെ ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിച്ചു. ഒന്നുകിൽ അവൻ മേസന്റെ സംഘത്തിൽ ചേരണം, അല്ലെങ്കിൽ ഡേവിഡിന്റെയും ടോണിയുടെയും പക്ഷം പിടിക്കണം. എന്നാൽ റേ രണ്ട് ഓപ്ഷനുകളും നിരസിച്ചു. താനൊരു സംഘത്തിന്റെയും ഭാഗമാവാൻ ആഗ്രഹിക്കുന്നില്ല എന്നവൻ വ്യക്തമാക്കി. തനിക്കിവിടെ സ്വതന്ത്രമായി ജീവിക്കണമെന്നേ ഉള്ളൂവെന്നും നല്ല മനുഷ്യരോട് കൂട്ടുകൂടണമെന്നേ ഉള്ളൂവെന്നും അവൻ മറുപടി പറഞ്ഞു. റേയുടെ ആ മറുപടി മേസണെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. മേസന്റെ ചിന്തയിൽ റേ ഒടുവിൽ ടോണിയുടെ സംഘത്തോടൊപ്പം ചേരുമെന്ന് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അവസരം കിട്ടിയപ്പോ മേസൺ കാര്യങ്ങൾ സ്വന്തം കയ്യിലേക്കാക്കി. ടോണിയെ ഒരു ഘട്ടത്തിൽ മേസൺ കുത്തിക്കൊന്നു. അധികം വൈകാതെ റേ ടോണിയുടെ ബാക്കിയുള്ള അനുയായികളെ സമീപിച്ചു. എന്നാൽ പക്ഷേ റേയെ കേൾക്കുന്നതിനു പകരം തങ്ങളുടെ നേതാവിന്റെ മരണത്തിന് ഉത്തരവാദി റേയാണെന്ന് അവർ അപ്പോൾ തന്നെ കരുതുകയായിരുന്നു ചെയ്തത്. തനിക്ക് മേസണുമായി യാതൊരു ബന്ധവുമില്ലെന്നും താനൊരു സംഘത്തിലും ഉൾപ്പെട്ടവനല്ലെന്നും റേ അവരോട് തറപ്പിച്ചു പറഞ്ഞു. ഇതേസമയം മേസണാകട്ടെ അവരുടെ ആ സംഭാഷണം രഹസ്യമായി കേൾക്കുന്നുമുണ്ടായിരുന്നു. വൈകാതെ മേസൺ റേയെ വിളിച്ചു വരുത്തി. റേ തന്നെ ഒരു സുഹൃത്തായി കാണാത്തത് എന്തുകൊണ്ടാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ജയിലിനുള്ളിൽ താൻ റേയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നുവെന്നും സംരക്ഷിക്കുന്നുണ്ടായിരുന്നുവെന്നും എന്നിട്ടും തന്റെ കൂടെ റേ ചേരാത്തതെന്താണ് എന്നും മേസൺ ചോദിച്ചു. റേയുമായി പ്രശ്നമുണ്ടാക്കിയ ടോണിയെ താൻ കൊന്നുവെന്നും എന്നിട്ടും നീ എന്റെ കൂടെ നിൽക്കുന്നില്ലല്ലോ എന്നും മേസൺ പറയുകയുണ്ടായി. അവനോട് കൂടെ കൂടാൻ പറഞ്ഞിട്ടും റേ വിസമ്മതിക്കുകയായിരുന്നു ചെയ്തത്. ആ നിരസിക്കലിൽ പ്രകോപിതനായ മേസൺ റേയെ കടന്നാക്രമിച്ചു, ക്രൂരമായി മർദ്ദിച്ചു. നിന്നോട് ഞാൻ ആവശ്യപ്പെടുമ്പോ ഞാൻ പറയുന്നതെന്തോ അത് നീ ചെയ്യണം, നിനക്ക് മനസ്സിലായോ എന്നായിരുന്നു അന്ന് മർദ്ദിച്ച അവശനായ റേയോട് മേസൺ ഉത്തരവിട്ടത്. അന്ന് രാത്രി വൈകി തന്റെ ഗാർഡുകൾക്ക് റേയെ ഇഞ്ചിഞ്ചായി പീഡിപ്പിക്കാനോ കൊല്ലാനോ കഴിഞ്ഞിട്ടില്ല എന്നറിഞ്ഞപ്പോൾ മാക് വല്ലാതെ ക്ഷുഭിതനായി. അയാൾ മറ്റൊരു തന്ത്രം പയറ്റാൻ ഗാർഡുകളോട് ഉത്തരവിട്ടു. റേയെ നേരിട്ട് ആക്രമിക്കുന്നതിനു പകരം അവനോട് അടുപ്പമുള്ളവരെ ലക്ഷ്യം വെക്കുക. അതോടെ റേ അങ്ങേയറ്റം നിരാശനാവുകയും തളരുകയും ചെയ്യും. ആ സമയം നോക്കി അവനെ തീർത്തു കളയുന്നത് കൂടുതൽ എളുപ്പമാകും. അടുത്ത ദിവസം ഹാമറെ അടുക്കള ജോലിക്ക് ഗാർഡുകൾ നിയോഗിച്ചു. ഭക്ഷണം തയ്യാറാക്കുന്നതിനിടയിൽ തന്റെ വികൃതമായ ലൈംഗിക ചേഷ്ടകൾക്കായി ആഗ്രഹങ്ങൾക്കായി ഹാമർ ബില്ലിക്കടുത്തു ചെന്നു. ബില്ലിക്ക് അവിടെയായിരുന്നു ജോലി. അതെല്ലാം തന്നെ ഗാർഡുകളുടെ പദ്ധതിയായിരുന്നു. മറുവശത്ത് റേയെ കാണാനായി റിക്കോ കെല്ലിയെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ അവളെ കാണുന്നതിന് മുമ്പ് മുഴുവൻ വസ്ത്രവും അഴിച്ച് പരിശോധന നടത്തണം എന്ന് റിക്കോ അവളോട് പറഞ്ഞു. ആ നിയമം തികച്ചും അവിശ്വസനീയമായി തോന്നിയതിനാൽ കെല്ലി ആദ്യം വിസമ്മതിച്ചിരുന്നു. എന്നാൽ നിയമങ്ങൾ മാറിയെന്നായിരുന്നു റിക്കോ പറഞ്ഞത്. അവനതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഒടുവിൽ റേയെ വീണ്ടും കാണാൻ വേണ്ടി കെല്ലി വിമുഖതയോടെ വസ്ത്രങ്ങൾ മാറ്റി ആ ചെക്കിങ്ങിന് സമ്മതിച്ചു. മുറിയിൽ ക്യാമറകൾ ഉണ്ടായിരുന്നതിനാൽ ഗാർഡുകൾ മോശമായി ഒന്നും ചെയ്യാൻ ധൈര്യപ്പെടില്ലെന്ന് അവൾക്ക് തോന്നിയിരുന്നു. അതുകൊണ്ടായിരുന്നു അവളത് പ്രവർത്തിച്ചതും. പക്ഷേ അടുത്ത ദിവസം മുതൽ റേ വിചിത്രമായ ഒരു കാര്യം ശ്രദ്ധിച്ചു. റിക്കോ പെട്ടെന്ന് അവനോട് സൗഹൃദം കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ആ അഭിനയത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം വേഗത്തിൽ തന്നെ വെളിപ്പെട്ടു. കെല്ലിയുടെ ഫോട്ടോ റേയെ കാണിച്ചുകൊണ്ട് അവളുടെ ശരീരത്തെക്കുറിച്ച് അവൻ അശ്ലീലമായ കമന്റുകൾ പറയാൻ തുടങ്ങി. അത് റേയെ പ്രകോപിപ്പിക്കാനാണെന്ന് വ്യക്തമായിരുന്നു. അവന്റെ ആ പറച്ചിലിൽ റേയുടെ നിയന്ത്രണം തന്നെ നഷ്ടമായി. റിക്കോയെ കൊല്ലുമെന്ന് റേ അലറി പറഞ്ഞു. മറുവശത്ത് ബില്ലിയാകട്ടെ വലിയ കുറ്റബോധത്താൽ നീറുകയായിരുന്നു. സംഭവം എന്തെന്നാൽ ഹാമർ ബില്ലിയെ ഉപദ്രവിക്കാൻ എത്തിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ ബില്ലി ഹാമറെ കൊന്നുകളഞ്ഞിരുന്നു. എന്നാൽ അധികം വൈകാതെ ഹാമറെ കൊന്നത് റേയാണെന്ന് ഗാർഡുകൾ ആരോപിച്ചു. റേയെ അതിലേക്ക് കൊടുക്കാൻ വേണ്ട കെണികളും പൂർണ്ണമായി ഒരുക്കി കഴിഞ്ഞിരുന്നു. ഇതിനെല്ലാം പിന്നിൽ നിന്ന് പ്രവർത്തിച്ചതാകട്ടെ റേയോടപ്പോൾ കടുത്ത ദേഷ്യമുണ്ടായിരുന്ന മേസണും. കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിക്കൊണ്ട് തനിക്ക് വേണമെങ്കിൽ ഡേവിഡിനെയോ കെല്ലിയെപ്പോലുമോ എളുപ്പത്തിൽ കൊല്ലാൻ കഴിയും എന്ന് മേസൺ അവനെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അത് കേട്ടതോടെ റേയുടെ സഹനപരിധി അവസാനിച്ചിരുന്നു. പൊട്ടിത്തെറിച്ച് മേസനെ ആക്രമിക്കാൻ റേ മുന്നിട്ടെങ്കിലും അവിടുണ്ടായിരുന്ന ഗാർഡുകൾ അവനെ തടഞ്ഞു. അവനെ അവർ ക്രൂരമായി മർദ്ദിച്ചു. പക്ഷേ അതോടെ തന്റെ ക്ഷമ മുഴുവനായും നശിച്ചിരുന്ന റേ ആകട്ടെ ഗാർഡുകളെ തിരിച്ചടിക്കാൻ ആരംഭിച്ചു.
അവർക്ക് നല്ല രീതിയിൽ മർദ്ദനമേറ്റു. റേ ഗാർഡുകളെ തിരിച്ചടിച്ചതിനാൽ ആ വിവരമറിഞ്ഞ അവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥൻ വിൽ വാർഡൻ മാക്കിന്റെ അടുത്തെത്തി. ശിക്ഷാ കാലാവധി കഴിയാറായ റേ എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വില്ലിന് അതിശയം തോന്നിയിരുന്നു. അതിനെപ്പറ്റി വില്ല് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. മാക്കാകട്ടെ റിക്കോയെയും മറ്റ് ഗാർഡുകളെയും ന്യായീകരിക്കുകയും എല്ലാ കുറ്റവും റേയുടെ മേൽ ചുമത്തുകയുമായിരുന്നു ചെയ്തത്. മാക്കിന്റെ ഈ പ്രതികരണം വില്ലിൽ കൂടുതൽ സംശയമുണ്ടാക്കി. മാക്കും റേയും തമ്മിൽ എന്തോ വലിയ പ്രശ്നമുണ്ട് എന്നയാൾക്ക് തോന്നുകയും ചെയ്തു. ഈ ബഹളങ്ങളുടെയൊക്കെ ഫലമായി റേയെ സോളിറ്ററി കൺഫൈൻമെന്റിലേക്ക് ഏകാന്ത തടവിലേക്ക് അയക്കുകയായിരുന്നു ചെയ്തത്. വളരെ കാലം ആ ചെറിയ സെല്ലിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞതോടെ റേയുടെ മാനസിക നില തെറ്റാൻ തുടങ്ങി. ഒടുവിൽ വില്ലവനെ പുറത്തിറക്കുമ്പോൾ റേ ഏതാണ്ട് തകർന്ന നിലയിലായിരുന്നു. എന്തിനാണ് റേ എപ്പോഴും റിക്കോയുമായും മാക്കുമായും പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുന്നത് എന്ന ദയുള്ള സീനിയർ ഗാർഡിന് മനസ്സിലായില്ല. അതിനാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അയാൾ റേയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിന് മറുപടി നൽകുന്നതിനു പകരം റേ പലപ്പോഴും ശൂന്യതയിലേക്ക് നോക്കി ഒരു കാരണവുമില്ലാതെ ചിരിക്കുകയാണ് ചെയ്തത്. റേ പതിയെ സുഖം പ്രാപിച്ചു വരാൻ തുടങ്ങി. പക്ഷേ മറുവശത്ത് മേസന്റെ സംഘം അവനെ വകവരുത്താൻ തീരുമാനിച്ചിരുന്നു. ബില്ലിയെ കൊണ്ട് ആ ജോലി ചെയ്യിപ്പിക്കാനായിരുന്നു അവരുടെ പദ്ധതി. എന്നിരുന്നാലും റേ ഒരിക്കൽ തന്റെ ജീവൻ രക്ഷിച്ചതിനാൽ ബില്ലിക്ക് അവനെ കൊല്ലാൻ സാധിക്കുമായിരുന്നില്ല. അതവൻ തുറന്നു പറഞ്ഞു. മേസന്റെ ഉത്തരവ് ലംഘിച്ചതിന് ബില്ലി മേസനോട് മാപ്പ് ചോദിക്കുക പോലും ചെയ്തു. പക്ഷേ മേസൺ അവനോടൊട്ടും ദയ കാണിച്ചില്ല. അവനെ ആ നിമിഷം കൊലപ്പെടുത്തി. വെറും 18 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ബില്ലിയുടെ മരണവാർത്ത ജയിൽ മുഴുവൻ പടർന്നു പിടിച്ചു. ആ ഒരു വാർത്ത റേയുടെ അടുത്തെത്തിയപ്പോൾ അവന്റെ സഹനപരിധിയൊക്കെ അവസാനിച്ച് അവന്റെ ദേഷ്യം അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചിരുന്നു. മേസൺ മനഃപൂർവ്വം തന്നെ പ്രകോപിപ്പിക്കുകയാണെന്നും തന്റെ കൂടെയുള്ളവരെ ഉപദ്രവിക്കുകയാണെന്നും അവന് വ്യക്തമായി. അടുത്ത ദിവസം തന്നെ റേ മേസനെ എതിരിട്ടു. തങ്ങൾ കുടുംബമാണെന്ന് നടിക്കുകയും അതേസമയം തനിക്ക് ചുറ്റുമുള്ളവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന മേസന്റെ സ്വഭാവത്തിൽ റേ അങ്ങേയറ്റം മടുത്തിരുന്നു. അയാൾ മേസനെ ഒരു 1-on-1 ഫൈറ്റിന് വെല്ലുവിളിച്ചു. ഏറ്റുമുട്ടൽ ആരംഭിച്ചപ്പോൾ ഗാർഡുകൾ ഇടപെടരുതെന്ന് അത് കണ്ട മാക്ക് ഉത്തരവിട്ടു. മേസന്റെ കൈകൾ കൊണ്ട് റേ അവിടെ വെച്ച് മരണപ്പെടും എന്നയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ കാര്യങ്ങൾ വിചാരിച്ചതുപോലെയായിരുന്നില്ല നടന്നത്. റേ മേസന് മേൽ കനത്ത പ്രഹരമേൽപ്പിച്ചു. അവനെ പരാജയപ്പെടുത്തി താഴെ വീഴ്ത്തി. റേയെ ഇവിടെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേസൻ പെട്ടെന്ന് എഴുന്നേൽക്കുകയും ഒരു കത്തിയുമായി റേയെ കുത്താൻ ശ്രമിക്കുകയും ചെയ്തു. റേയെ സംരക്ഷിക്കാൻ ഡേവിഡ് ഇടയിലേക്ക് എടുത്തു ചാടി. ആ കുത്തേറ്റത് ഡേവിഡിനായിരുന്നു. ഡേവിഡിന് സാരമായി പരിക്കേറ്റു. ഉടൻ തന്നെ ഡേവിഡ് ആശുപത്രിയിലേക്ക് മാറ്റപ്പെട്ടു. മേസനാകട്ടെ ടോണിയുടെ പഴയ സംഘത്തിലെ അംഗങ്ങളാൽ കൊല്ലപ്പെടുകയായിരുന്നു ചെയ്തത്. അവിടെ നടന്ന ആ പ്രശ്നങ്ങൾക്ക് ശേഷം കാര്യങ്ങൾ സംസാരിക്കാൻ ബിൽ റേയെ മാക്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ റേയുടെ ജയിൽ ശിക്ഷ നീട്ടിയതായി മാക്ക് വളരെ ശാന്തനായി അവനോട് പറഞ്ഞു. റേ ഉടൻ തന്നെ പ്രകോപിതനാവുകയായിരുന്നു ചെയ്തത്. താൻ ഈ ജയിലിൽ വന്ന നിമിഷം മുതൽ എല്ലാ പ്രശ്നങ്ങളും തന്റെ മുമ്പിൽ രൂപീകരിക്കപ്പെടുകയും അതിന്റെയൊക്കെ കുറ്റം തന്റെ മേൽ ചുമത്തപ്പെടുകയുമാണ് ചെയ്യുന്നത് എന്നവന് തോന്നിയിരുന്നു. അതിനെപ്പറ്റി അവൻ മാക്കിനെ ചോദ്യം ചെയ്തു. തുടർന്ന് മാക്ക് ആ സത്യം വെളിപ്പെടുത്തി. ജയിലിനുള്ളിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ സെനറ്റർ കെൽട്ടൺ തനിക്ക് പണം നൽകിയതായി അയാൾ പറഞ്ഞു. ലക്ഷ്യം ലളിതമായിരുന്നു. റേയെ കഴിയുന്നത്ര കാലം പീഡിപ്പിക്കുക, കഴിയുമ്പോൾ അവനെ കൊല്ലുക. എല്ലാം അഭിമാനത്തോടെ മാക്ക് അവനോടൊക്കെ വിശദീകരിക്കുമ്പോൾ ഒരു കാര്യം അയാൾ അറിഞ്ഞിരുന്നില്ല. അവിടെ നടക്കുന്ന ആ സംഭാഷണം മുഴുവൻ വില്ലിന്റെ സഹായത്തോടെ റേ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന്. വൈകാതെ ആ കെണിയങ്ങ് മുറുകി. പുറത്ത് പോലീസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. റേയക്കാര്യം മാക്കിനോട് വെളിപ്പെടുത്തിയപ്പോ മാഗാകെ സ്തബ്ധനായി പോയി. റേ ഷൂട്ട് ചെയ്ത ആ റെക്കോർഡിംഗ് നിഷേധിക്കാനാവാത്ത തെളിവായി മാറി. അഴിമതിക്കാരനായ മാക്ക് എന്ന വാർഡൻ ആ നിമിഷം മറച്ചു ചെയ്യപ്പെട്ടു. എല്ലാം ശാന്തമായ ശേഷം റേ തന്റെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി സാധാരണഗതിയിൽ പുറത്തിറങ്ങി. ആശുപത്രിയിലായിരുന്ന ഡേവിഡിനെ സന്ദർശിച്ചു. അഴിമതിക്കാരനായ ജയിൽ മേധാവി മാക്ക് പിടിയിലായതിൽ ഇരുവർക്കും ആശ്വാസം തോന്നിയിരുന്നു. സംസാരത്തിനിടയിൽ താൻ പണ്ട് നടത്തിയ മോഷണത്തിൽ കിട്ടിയ പണം ഒളിപ്പിച്ച സ്ഥലം ഡേവിഡ് രഹസ്യമായി അവന് പറഞ്ഞുകൊടുത്തു. $1,00,000 വരുന്ന ആ തുക മുഴുവൻ റേയോട് എടുത്തോളാൻ പറഞ്ഞു. പകരമായി ഡേവിഡ് ഒരൊറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. താൻ 15 വർഷമായി കണ്ടിട്ടില്ലാത്ത തന്റെ മകൾക്ക് ആ പണത്തിന്റെ ഒരു ഭാഗം എത്തിച്ചു കൊടുക്കണം. റേ ആദ്യമൊന്നും മടിച്ചുവെങ്കിലും ഒടുവിൽ തന്റെ സുഹൃത്തിന്റെ ആവശ്യം താൻ നിറവേറ്റാം എന്നവൻ സമ്മതിച്ചു.
റേ ഒടുവിൽ കെല്ലിയുമായിട്ടൊന്നിച്ചു. അത്രയും കാലം അയാൾക്കായി വിശ്വസ്തയോടെ കാത്തിരുന്ന സ്ത്രീയായിരുന്നു അവൾ. അധികം വൈകാതെ ഡേവിഡ് പറഞ്ഞ ആവശ്യം റേ പൂർത്തീകരിച്ചു. ഡേവിഡിന്റെ മകളെ കണ്ട് പണം അവളുടെ അച്ഛൻ നൽകിയതാണെന്ന് വിശദീകരിച്ച് അവളെ കാണാൻ കൊതിച്ചിരിക്കുന്ന അച്ഛനെ ജയിലിൽ പോയി കാണാൻ വേണ്ടി അവളോട് അവൻ പറയുകയും ചെയ്തു. ആ വാഗ്ദാനവും പാലിച്ചതോടെ റേ തന്റെ ഭാവിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആരംഭിച്ചു. അയാളും കെല്ലിയും അവരുടെ വിവാഹത്തിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇതേ സമയം മറുവശത്ത് വിൽ പുതിയ ജയിൽ വാർഡനായി പ്രൊമോഷൻ ലഭിച്ചെത്തിയിരുന്നു. പുതുതായി വന്ന തടവുകാരെ അയാൾ സ്വീകരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ പരിചിതമായൊരു മുഖവുമുണ്ടായിരുന്നു. സാക്ഷാൽ സെനറ്റർ കെൽട്ടൺ. റേയുടെ ജീവിതം തകർക്കാൻ അയാൾ ചെയ്ത എല്ലാ ക്രൂരതകൾക്കും ഒടുവിൽ ആ കരുത്തനായ രാഷ്ട്രീയക്കാരനും അഴികൾക്കുള്ളിലെ ജീവിതം അനുഭവിക്കാൻ നിർബന്ധിതനായി. മറ്റുള്ളവരെ നശിപ്പിക്കാൻ അയാൾ ഉപയോഗിച്ച അതേ ജയിലിലേക്ക് അയാൾ വന്നെത്തി. പഴയ വാർഡന്റെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ആക്ഷൻ ത്രില്ലർ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.